കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മറ്റൊരു അധ്യായം കുറിക്കപ്പെട്ടിരിക്കുന്നു. സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിൽ നിന്ന് ഒരു 10 വർഷത്തെ ഭരണത്തിന്റെ ചുവടച്ചകൾ സ്മൃതിയിലേക്ക് മറയുകയാണ്. വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് വരികയാണ്. അത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിജയമല്ല, മറിച്ച് പിണറായി വിജയൻ എന്ന കരുത്തനായ ഭരണാധികാരിയുടെ 10 വർഷത്തെ ഭരണത്തിന്മേലുള്ള ജനവിധിയാണ്. ഈ നിമിഷം നാം ചർച്ച ചെയ്യുന്നത് പിണറായിയുടെ നേട്ടങ്ങളും വീഴ്ചകളും സതീശന്റെ വിജയതന്ത്രങ്ങളുമാണ്. അതെ, കേരളത്തിന്റെ പുതിയ രാഷ്ട്രീയ ദിശ. 2016 അധികാരമേറ്റ പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു. 2018 മഹാപ്രളയം, നിപ്പ, COVID-19 മഹാമാരി, ഇങ്ങനെ ഓരോ ഘട്ടത്തിലും കേരളം സുരക്ഷിതമായി നയിക്കാൻ പിണറായിയുടെ ക്യാപ്റ്റൻ ഇമേജിന് സാധിച്ചു. റേഷൻ കിറ്റുകളും ക്ഷേമ പെൻഷനുകളും സാധാരണക്കാരുടെ അടുക്കളകളിൽ ആശ്വാസമായി. രാഷ്ട്രീയ എതിർപ്പുകൾക്കിടയിലും കിഫ്ബി കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ വലിയ ഭാഗമായി. സ്കൂളുകളും ആശുപത്രികളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു. ഗെയിൽ പൈപ്പ് ലൈൻ, ഇടമൺ കൊച്ചി പവർ ഹൈവേ, ദേശീയപാത വികസനം എന്നിവയുടെ യാഥാർത്ഥ്യമാക്കൽ പിണറായി വിജയന്റെ ഇച്ഛാശക്തിയുടെ അടയാളങ്ങളാണ്. എങ്കിലും 2026 ജനവിധിയിൽ LDFന് അടിപതറാൻ കാരണങ്ങൾ പലതായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റിയുണ്ടായ വിവാദങ്ങൾ, മാസപ്പടി വിവാദം, കുടുംബാംഗങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ എന്നിവ സർക്കാരിന്റെ ധാർമ്മിക മുഖത്തിന് വലിയ മങ്ങലേൽപ്പിച്ചു. വികസനത്തിന്റെ പേരിൽ വരുത്തിവെച്ച ഭീമമായ കടബാധ്യത കേരളത്തിന്റെ സാമ്പത്തിക മേഖലയെ പ്രതിസന്ധിയിലാക്കി. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും ശമ്പള പ്രതിസന്ധിയും സാധാരണക്കാരെ സർക്കാരിൽ നിന്ന് അകറ്റി. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ഏറ്റവും വലിയ വൈകാരിക നിമിഷമായിരുന്നു ശബരിമല. 2018 സുപ്രീം കോടതി വിധിയും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും പിണറായി സർക്കാരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറി. സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ സർക്കാർ കാണിച്ച ദൃഢനിശ്ചയം ഒരു വിഭാഗം പുരോഗമനവാദികൾക്കിടയിൽ പിണറായിക്ക് നവോത്ഥാന നായകൻ എന്ന പരിവേഷം നൽകി. സ്ത്രീ സമത്വത്തിന് വേണ്ടി ഉയർത്തിയ നവോത്ഥാന മതിലിലൂടെ കേരളത്തിന്റെ പുരോഗമന മുഖം ഉയർത്തിക്കാട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ സന്ദർഭത്തിലാണ് വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. നിയമസഭയ്ക്ക് അകത്തും പുറത്തും വസ്തുതകൾ നിരത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ സതീശന് സാധിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ യുവജനങ്ങളെയും ബുദ്ധിജീവികളെയും ആകർഷിച്ചു. ഗ്രൂപ്പ് തർക്കങ്ങളിൽ ഉലഞ്ഞു നിന്ന കോൺഗ്രസിനെ കെ സുധാകരനുമായി ചേർന്ന് ഒറ്റക്കെട്ടായി നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചത് ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിച്ചു. 2026 തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠം വ്യക്തമാണ്. വികസനം മാത്രം പോരാ, സുതാര്യതയും ജനാധിപത്യപരമായ തീരുമാനങ്ങളും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പിണറായി വിജയന്റെ 10 വർഷം കേരളത്തിന് വലിയ മാറ്റങ്ങൾ നൽകി എന്നതിൽ സംശയമില്ല. എന്നാൽ അതേ ഭരണം തന്നെ അഴിമതിയുടെയും കടബാധ്യതയുടെയും കരിനിഴലായപ്പോൾ മാറ്റത്തിനായി കേരളം വോട്ട് ചെയ്തു. ഇനി വി.ഡി. സതീശന്റെയും UDFന്റെയും ഊഴമാണ്. വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുമോ? കേരളം കടക്കണിയിൽ നിന്ന് കര കയറുമോ? കാത്തിരുന്നു കാണാം. കേരള രാഷ്ട്രീയം അതിന്റെ പുതിയ യാത്ര തുടങ്ങുകയാണ്.